ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാനതുല രവീന്ദ്രൻ. അപ്പം ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ അല്ലേ നമ്മുടെ സമ്മർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫ്ലവറിങ് ഗാർഡൻ തുടങ്ങാമെന്ന്. അപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ ഇപ്പം ഞാൻ ലീഫി പ്ലാന്റ്സാണ് വെച്ചിട്ടുള്ളത്. ഞാൻ വിചാരിച്ച എൻ്റെ ബാൽക്കണിയിൽ അധികം ലൈറ്റൊന്നും കിട്ടില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഞാനൊരു റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ റോസിന് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ആ നല്ല രീതിയിൽ തന്നെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ലീഫി പ്ലാന്റ്സൊക്കെ മാറ്റിയിട്ട് ഒരു ഫ്ലവറിങ് ഗാർഡൻ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയോ പ്ലാന്റിൻ്റെ ഒരു 3 ടൈപ്പാണ് ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ചെടി ഇവിടെ നിന്ന് മാറ്റാൻ പോവാം. അപ്പോൾ ഞാൻ ഫ്ലവറിങ് ഗാർഡൻ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് ഡയാന്തസ് ആണ്. ഡയാന്തസിൻ്റെ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഉള്ളിൽ പിങ്ക് വന്നിട്ട് വൈറ്റ് ബോർഡേഴ്സ് വരുന്നൊരു തരം ഫ്ലവേഴ്സുള്ള പ്ലാന്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു പോട്ടിലിപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ ഡയാന്തസ് പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെഡ് ഹെഡിങ്. ഡെഡ് ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂവിൻ്റെ എന്താ പറയുക, പൂക്കളുണ്ടായി കഴിഞ്ഞിട്ട് കൊഴിയാറായിട്ട് അതൊരു ഉണങ്ങി ഒരവസ്ഥയിൽ ഈ ചെടിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വെട്ടിക്കളയണം. അതിനെയാണ് നമ്മൾ ഡെഡ് ഹെഡിങ് എന്ന് പറയുക. അപ്പം എനിക്ക് ഈ 2 ചെടികളും കിട്ടിയത് ഒരു ചട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതിനെ റീപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് നമ്മുടെ നഴ്സറിയിൽ നിൽക്കുന്ന ഈ ചെടികളുടെ കണ്ടീഷനും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ കണ്ടീഷനും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ചെടി നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ റീപ്പോർട്ട് ചെയ്യരുത്. ഒരു 2-3 ദിവസമൊക്കെ വെച്ചിട്ട് എന്താ പറയുക, ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിച്ചിട്ട് വേണം നമ്മൾ ഈ ചെടികളെ റീപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഡയാന്തസിന് നല്ല രീതിയിലുള്ള ഒരു വെള്ളം കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് സമ്മർ സീസണിലാണ്. സമ്മർ സീസണിൽ ഇതിന് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ് സൺലൈറ്റ് ഒരു 3-4 മണിക്കൂറെങ്കിലും അടിക്കേണ്ട ഒരു ചെടിയാണ് ഈ ഡയാന്തസ്. എന്നാലാണ് അതിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ സമ്മറിൽ സൺ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സോയിൽ പെട്ടെന്ന് ഡ്രൈ ഔട്ടായിട്ട് മാറും. അപ്പോൾ ഈ ചെടി സന്ധ്യ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, വാടി ഒരു ഉഷാറില്ലാണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് രാവിലെ തന്നെ കുറച്ച് വെള്ളം ഈ ചെടിക്ക് എന്തായാലും എന്നും കൊടുക്കണം. പിന്നെ നമ്മൾ സമ്മർ സീസൺ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം കൊടുത്താലും മതി. ഒരു വിൻ്റർ സീസണൊക്കെ വരികയാണെങ്കിൽ 1.5 ഇടവിട്ടിട്ട് അങ്ങനെ നമുക്ക് വെള്ളത്തിൻ്റെ ക്രമീകരണം കൊണ്ടുവരാം. പിന്നെ ഈ ഒരു ചട്ടിയിൽ ഇരിക്കുന്നത് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. ഇതെൻ്റെ ആക്ച്വലി നശിച്ച ആകെ ഒരു വൃത്തിയില്ലാണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിനെ കെയർ ചെയ്ത് കൊണ്ടുവന്ന് അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇത് മോന ലാവെൻഡർ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇവിടെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഒരു പച്ച കളറിലുള്ള സിങ്കോണിയം. അപ്പം ഈ 2 ചെടി ഇവിടെ നിന്ന് മാറ്റാൻ പോവാണ്. എന്നിട്ട് ഇവിടെ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ ജമന്തി അല്ലെങ്കിൽ ക്രൈസാന്തിമം പ്ലാന്റാണ്. അതുപോലെ തന്നെ ഒരു പാരീസ് ഡെയ്സി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയും കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ ചെടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വളർത്തുന്നത്. ഇതിനെ മാർഗരറ്റ് ഡെയ്സി അല്ലെങ്കിൽ പാരീസ് ഡെയ്സി എന്നൊക്കെ പറയും. ഈ ഡെയ്സിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതിൻ്റെ മേൽമണ്ണ് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡെയ്സിക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിനും വേരിജിയൽ ഉണ്ടാക്കിയിട്ട് ഇത് നശിച്ചു പോവും. പിന്നെ ഇതിലായാലും നമ്മൾ ഡെഡ് ഹെഡിങ് ചെയ്യണം. ഈ നാശമായി നിൽക്കുന്ന പൂക്കളൊക്കെ ഇതുപോലെ ഇങ്ങനെ പറിച്ച് നമ്മൾ കളയണം. എന്നാലാണ് ചെടി അതിൻ്റെ ഗ്രോത്തിൽ ശ്രദ്ധിക്കുള്ളൂ. അത്ര മാത്രമാണ് ഇതിൻ്റെയും കെയറിങ്ങിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഈ ചെടി ഞാൻ ആദ്യമായിട്ടാണ് വളർത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഈ ജമന്തിയും ഞാൻ ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റീപ്പോർട്ട് ചെയ്തുള്ളൂ. എന്തായാലും എനിക്കൊരു ചട്ടിയിൽ തന്നെയാണ് ഈ പ്ലാന്റ് കിട്ടിയിരിക്കുന്നത്. ജമന്തിയുടെ ആയാലും നമ്മൾ ചെയ്യേണ്ടത് ഡെഡ് ഹെഡിങ് ചെയ്യണം. അതായത് വാടി നിൽക്കുന്ന പൂക്കളല്ലാതെ നമ്മൾ പിൻ ചെയ്ത് കളയണം. പിന്നെ ഡയാന്തസിൻ്റെ പോലെ എന്നും നമ്മൾ ഈ ജമന്തി ചെടിയിൽ വെള്ളമൊഴിക്കാനായിട്ട് പാടില്ല. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വിരൽ ഇതിൻ്റെ ചട്ടിയിൽ ഇട്ട് നോക്കിയിട്ട് ഒരു മണ്ണിൻ്റെ അംശം നമ്മുടെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട. ഒന്ന് മേൽമണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താലായിട്ട് മതി. ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇതിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റൂട്ടിങ് ഉണ്ടായിരിക്കും. അതായത് വേര് ചെയ്യൽ വരും. അപ്പോൾ വേര് ചെയ്യൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർലി ചെടി തന്നെ നശിച്ചു പോകും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം ഈ ജമന്തിയുടെ കാര്യത്തിൽ. പിന്നെ ഇവിടെ ഇരുന്നോടുന്നത് ഒരു റോസ് കളറിലുള്ള പിങ്ക് കളർ സിങ്കോണിയം. പിന്നെ ഇത് ഈ ഒരു ഫിൽഡ്രോൺ ചെടിയാണ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 ഇവിടെ നിന്ന് മാറ്റാൻ പോവാണ്. ഇതൊക്കെ സൺലൈറ്റ് അടിച്ച് സൺബേണായി ഒരു പരിവായിട്ടുള്ള ചെടിയാണ്.
പിന്നെ ഇവിടെ ഞാൻ വെക്കുന്നത് ഒരു റോസാണ്. ഇത് നല്ല റോസ് കളറിൽ കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന തരം ഒരു റോസാ ചെടിയാണ് കേട്ടോ. പിന്നെ റോസിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഈ റോസ് എന്ന് പറയുന്നത് ബട്ടൺ റോസാണ്. ബട്ടൺ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും റോസുകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ബഡ് റോസസ് നോക്കുകയാണെങ്കിൽ ചിലതിലൊക്കെ ഒരു തണ്ട് വന്നിട്ട് അതിൽ ഒരു പൂവ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ ബട്ടൺ റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തണ്ട് വന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ കൊലകൊലയായിട്ട് റോസാപ്പൂക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒരുമിച്ച് നിൽക്കണ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ ഒരു സെക്ഷനിൽ വെക്കാനായിട്ട് ഞാനിത് വാങ്ങിയിട്ടുള്ളത് ബട്ടൺ റോസാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ മുല്ലയാണ്. ഇതധികം ഹൈറ്റ് വയ്ക്കാത്ത എന്ന് വെച്ചാൽ നമ്മൾ ബുഷിയായിട്ട് ചെറുതായിട്ട് വളർത്തുന്ന ഒരു കുറ്റിമുല്ല പോലത്തെ മുല്ലയാണ്, ഒരു ഹൈബ്രിഡ് മുല്ലയാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് മാറ്റി നടാം. മുല്ലയ്ക്കായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഡ് ഹെഡിങ് തന്നെയാണ്. നമ്മൾ ഈ പൂക്കൾ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകുമ്പോൾ അപ്പോൾ തന്നെ അത് നമ്മൾ പറക്കിയെടുത്ത് കളയണം. അപ്പോൾ മുല്ലച്ചെടി നന്നായിട്ട് വളർന്നു. ഈ പറഞ്ഞ ഫ്ലവേഴ്സ് കൂടാതെ തന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടി ഉണ്ട്. കലഞ്ചായ്, അതുപോലെ ഒരു റെഡ് റോസ്, അതുപോലെ ഹൈഡ്രാഞ്ചിയ, ഈ പ്ലാന്റ്സും കൂടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ബൈ ബൈ.